രാഷ്ട്രീയം ഇന്നൊരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു രാഷ്ട്രീയ വിസ്ഫോടനത്തിന്റെ വക്കിൽ. ഇത്രയും കാലം നമ്മൾ കണ്ടതും കേട്ടതുമായ രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ അപ്പാടെ തിരുത്തിക്കുറിക്കപ്പെടുകയാണ്. ഇതൊരു സാധാരണ വാർത്തയല്ല, ഒരു മുന്നറിയിപ്പാണ്. ഇത്രയും കാലം പിണറായി വിജയൻ എന്ന ഉരുക്കു മനുഷ്യന്റെ കരുത്തിൽ ചുവപ്പ് പരവതാനി വിരിച്ച കോട്ടകളിൽ വിള്ളലുകൾ വീണു കഴിഞ്ഞു. ഇടുക്കിയുടെ മണ്ണിൽ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ CPIM-ന്റെ സിംഹമായിരുന്ന, തുടർച്ചയായി 15 വർഷം ദേവികുളത്തെ പ്രതിനിധീകരിച്ച S രാജേന്ദ്രൻ BJP-യിലേക്ക് ചേക്കേറുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് രാജേന്ദ്രന്റെ ഈ മാറ്റത്തെക്കുറിച്ചല്ല. ഇത് വെറും ട്രെയിലർ മാത്രം. അണിയറയിൽ നടക്കുന്നത് വലിയൊരു ക്ലൈമാക്സിലേക്കുള്ള ഒരുക്കങ്ങളാണ്. വരാനിരിക്കുന്നത് യഥാർത്ഥ ട്വിസ്റ്റുകളാണ്. കോൺഗ്രസും CPIM-ഉം വിട്ട് നേതാക്കളുടെയും അണികളുടെയും ഒരു വലിയ പ്രവാഹം തന്നെ BJP-യിലേക്ക് ഒഴുകാൻ തയ്യാറെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം? എന്താണ് S രാജേന്ദ്രനെ പ്രേരിപ്പിച്ചത്? ഇടതുമുന്നണിയുടെ തകർച്ചയുടെ ആഴം എത്രയാണ്? നമുക്ക് ഈ രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം S രാജേന്ദ്രൻ എന്ന നേതാവിനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനല്ല. ഇടുക്കി ജില്ലയിലെ, പ്രത്യേകിച്ചും മൂന്നാർ ദേവികുളം മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ വേരുകളുള്ള നേതാവാണ്. 3 തവണ MLA ആയ ഒരാൾക്ക് പാർട്ടിയിൽ ലഭിക്കേണ്ട ബഹുമാനം എന്താണ്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ A രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ആ വിള്ളല് പ്രകടമായിരുന്നു. എന്നാൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ തിരികെ വിളിക്കാനോ അല്ലെങ്കിൽ അർഹമായൊരു പരിഗണന നൽകാനോ CPIM തയ്യാറായിട്ടില്ല. ഇത് രാജേന്ദ്രന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഇത്തരത്തിലുള്ള പല മുതിർന്ന നേതാക്കളും നേരിടുന്ന അവഗണനയുടെ നേർചിത്രമാണ്. അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത് വെറുതെയല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ മൂന്നാറിൽ നടക്കുന്ന വിപുലമായ ചടങ്ങിൽ അദ്ദേഹം കാവി പുതയ്ക്കും. ഇത് ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ CPIM-ന്റെ അന്ത്യകൂദാശയായി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങളും നേതാക്കളും ഇടതുപക്ഷം വിടുന്നത്? ഉത്തരം ലളിതമാണ്: അഴിമതിയും ധൂർത്തും സ്വർണ്ണക്കൊള്ളയും. പിണറായി വിജയന്റെ 2ാം സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ നമ്മൾ കാണുന്നത് അഴിമതികളുടെ ഒരു ഘോഷയാത്രയാണ്. ശബരിമലയിലെ കൊള്ള തന്നെ ആദ്യം എടുക്കാം. അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയത് മാത്രമല്ല, ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാനും അവിടുത്തെ സ്വർണവും വരുമാനവും ദുരുപയോഗം ചെയ്യാനും സർക്കാർ ശ്രമിച്ചു എന്ന ആരോപണം ഇന്നും ജനമനസ്സുകളിൽ നീറി നിൽക്കുകയാണ്. അതും യാതൊരു ഉത്തരവുമില്ലാതെ. പിന്നെ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ സംശയത്തിന് നിഴലിലാക്കിയ സ്വർണ്ണക്കടത്ത് കേസ് കേരളം കണ്ട ഏറ്റവും വലിയ നാണക്കേടാണ്. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും കോടികളുടെ കമ്മീഷൻ അടിച്ചുമാറ്റിയ വാർത്തകൾ പുറത്തു വന്നു. അടുത്തത് മാസപ്പടി വിവാദം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. പണിയെടുക്കാതെ പണം വാങ്ങുന്ന ഈ രീതി അഴിമതിയുടെ മറ്റൊരു മുഖമായി മാറി. ഈ അഴിമതികൾ കണ്ടുമടുത്ത അണികൾക്ക് ഇനി ചുവപ്പുകൊടി പിടിക്കാൻ അഭിമാനമില്ലാതായിരിക്കുന്നു. നാണക്കേടാണ്. അതുകൊണ്ടാണ് താഴെത്തട്ടിൽ നിന്നും BJP-യിലേക്ക് ഒരു വലിയ ഒഴുക്ക് തന്നെ തുടങ്ങിയിരിക്കുന്നത്. LDF എന്ന പാർട്ടി ഇന്നൊരു കേഡർ പാർട്ടിയിൽ നിന്നും ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗ്രൂപ്പായി മാറിക്കഴിഞ്ഞു. പിണറായി വിജയൻ എന്ന ഏകാധിപതിക്ക് മുന്നിൽ ആർക്കും ചോദ്യങ്ങളില്ല. 82 വയസ്സുള്ള ഏകാധിപതി. പഴയകാല വിപ്ലവ നേതാക്കൾ ഇന്ന് വെറും കാഴ്ചക്കാരാണ്. പാർട്ടിയിൽ ചർച്ചകളില്ല. നിർദ്ദേശങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്നു. അതനുസരിക്കുക മാത്രം ചെയ്യുക എന്നതാണ് ഇന്നത്തെ അവസ്ഥ. പാർട്ടി പടുത്തുയർത്തിയ പഴയ തലമുറയെ അവഗണിച്ച് വേണ്ടപ്പെട്ടവർക്ക് മാത്രം സീറ്റും പദവിയും നൽകുന്ന രീതി പാർട്ടിയെ തകർക്കുകയാണ്. S രാജേന്ദ്രൻ ഇതിന്റെ ഒരു രക്തസാക്ഷി മാത്രമാണ്. ഈ ശ്വാസമുട്ടൽ അനുഭവിക്കുന്നത് രാജേന്ദ്രൻ മാത്രമല്ല. കണ്ണൂരിലും വടക്കൻ കേരളത്തിലും വലിയൊരു നിര നേതാക്കൾ ഇന്ന് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഈ മടുപ്പാണ് BJP-ക്ക് കേരളത്തിൽ വളരാനുള്ള വളമാകുന്നത്. S രാജേന്ദ്രൻ BJP-യിൽ ചേരുന്നത് ചില പ്രത്യേക ഉപാധികളോടെയാണ്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയാണ് കാണിക്കുന്നത്. വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല, മറിച്ച് തന്റെ നാടിന്റെ വികസനത്തിനാണ് താൻ മാറുന്നതെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വനസംരക്ഷണ നിയമത്തിലെ മാറ്റമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ നിലനിൽക്കുന്ന കടുപ്പമേറിയ നിയമങ്ങൾ കാരണം ഇടുക്കിയിലെയും വയനാട്ടിലെയും സാധാരണ കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും ഭൂമിയിൽ അവകാശമില്ലാത്ത അവസ്ഥയുണ്ട്. ഈ നിയമങ്ങളിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന വേഗതയും ദീർഘവീക്ഷണവും കേരളത്തിലും എത്തണമെങ്കിൽ BJP ശക്തിപ്പെടണമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ഇത് കേവലം ഒരു കൂടുമാറ്റമല്ല, മറിച്ച് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ പരീക്ഷണമാണ്. ഇവിടെ ചോദ്യം ഉയരുന്നത് കോൺഗ്രസ് എവിടെയെന്നാണ്. കേരളത്തിൽ LDF-ന് ഒരു ബദലായി നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നുമില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ നേരിടാൻ കെൽപ്പില്ലാത്ത കോൺഗ്രസ് കേരളത്തിൽ LDF-മായി അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്.
ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇവരും. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട പ്രതിപക്ഷം പലപ്പോഴും നിശബ്ദമാകുന്നു. ജനങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നത് BJP-യെയാണ്. കേന്ദ്രത്തിലെ ശക്തമായ ഭരണം കേരളത്തിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ഇന്നിവിടെയുണ്ട്. കോൺഗ്രസിലെയും CPIM-ലെയും പ്രമുഖരായ MLA-മാർ BJP നേതൃത്വവുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വാർത്തകൾ ശരിയാണെങ്കിൽ വരും മാസങ്ങളിൽ കേരള നിയമസഭയുടെ ചിത്രം തന്നെ മാറും. അത് തീർച്ചയാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് വെറും ട്രെയിലറാണ്. രാജേന്ദ്രന് പിന്നാലെ കൂടുതൽ MLA-മാർ BJP പാളയത്തിലേക്ക് എത്തുമെന്നത് തീർച്ചയാണ്. ഇടുക്കിയിൽ നിന്നോ മലബാറിൽ നിന്നോ അടുത്ത പേര് തീർച്ചയായും ഉടൻ തന്നെ ഉയർന്നു കേൾക്കാം. BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളായ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിലും BJP വേരുറപ്പിക്കുന്നു. രാജേന്ദ്രനെ പോലെയുള്ള ഒരു നേതാവ് BJP-യിൽ എത്തുന്നതോടെ തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികളുടെ വോട്ട് ബാങ്കിലും വലിയൊരു മാറ്റം ഉണ്ടാകും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDA മുന്നണി കേരളത്തിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്താനായി പോവുകയാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് പ്രകാശ് ജാവദേക്കറെ പോലെയുള്ള ദേശീയ നേതാക്കളെല്ലാം കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. ഓരോരോ കരുക്കളും കൃത്യമായി നീക്കിക്കൊണ്ട് BJP കേരളം പിടിക്കാനായി ഒരുങ്ങുകയാണ്. കേരളം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. എതിർപ്പില്ലാത്ത ഭരണം എന്ന പിണറായി വിജയന്റെ സ്വപ്നം തകരുകയാണ്. അഴിമതിക്കും ഏകാധിപത്യത്തിനുമെതിരെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജേന്ദ്രന്റെ തീരുമാനം ഒരു വ്യക്തിയുടെ മാത്രം മാറ്റമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ മാറ്റമാണ്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ മാറാത്തത് ഇനി മാറും. ഈ രാഷ്ട്രീയ മാറ്റത്തെ അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? രാജേന്ദ്രൻ BJP-യിൽ ചേരുന്നതിലൂടെ ഇടുക്കിയിലെ രാഷ്ട്രീയ ചിത്രം മാറുമോ? അതോ CPIM തങ്ങളുടെ കോട്ടകൾ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? വരാനിരിക്കുന്ന ആ യഥാർത്ഥ ട്വിസ്റ്റ് എന്തായിരിക്കും? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കേരള രാഷ്ട്രീയത്തിലെ ഇത്തരം തീപാറുന്ന വാർത്തകളും വിശകലനങ്ങളും ഒക്കെ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.